ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ദിലീപും കാർത്തികയും കൂടി ചേർന്ന് ദിലീപിന്റെ 28th ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട്. കേക്ക് കൊടുത്തതിന് ശേഷം അമ്മമ്മക്കൊക്കെ കൊടുക്കുമ്പോൾ അമ്മമ്മ പറയുന്നുണ്ട്, മോനെ ഇവിടുന്ന് പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, റോഡരികിലെ കാലനായിട്ട് ഒരുത്തനുണ്ടല്ലോ ഗംഗപ്രസാദ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ദിലീപ് പറയുന്നുണ്ട്, അമ്മമ്മ എല്ലാവർക്കും ശത്രുക്കളുണ്ട് അമ്മമ്മ, നമ്മളൊക്കെ ഭരിക്കുന്ന, നമ്മുടെ നാട് ഭരിക്കുന്ന ആൾക്ക് പോലും ശത്രുക്കളില്ലേ. പിന്നെ ഈ മരണം എന്ന് പറയുന്നത് അതൊരു സമയത്ത് നമ്മൾ തേടി വരുന്ന ഒന്നാണ്. മരിക്കാൻ സമയമായോ അതിനൊരു കാരണം വേണം അമ്മമ്മ, അത്രേ ഉള്ളൂ. എന്നാലും സൂക്ഷിച്ചോളാം എന്ന് പറയണം. അപ്പോ കല്യാണിയും അതുപോലെ തന്നെ കിരണും പറയണ്ട, എന്തായാലും ബർത്ത്ഡേ പയ്യന് മണവാട്ടിപ്പണിയെടുത്ത് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ കുറച്ചു നേരം റൂമിൽ പോയിരുന്ന് സംസാരിച്ചോ, ഞങ്ങൾ ആരുടെ ശല്യങ്ങളാവുന്നില്ലേ എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക അങ്ങനെ സംസാരിക്കാനൊന്നുമില്ല, കല്യാണ തലേന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു സുഖമുള്ള പരിപാടിയാണ്, സംസാരിച്ചോ എന്ന് ദിലീപിന്റെ കൂട്ടുകാരും പറയാണ്. വാടോ നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ദിലീപ് വിളിക്കുന്നുണ്ട്. അങ്ങനെ കാർത്തികൻ ദിലീപ് കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. കാർത്തിക ആകെ ടെൻഷനിലാണ്. ദിലീപ് ചോദിക്കേണ്ടത്, എന്തിനാടോ താൻ ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ ആവണത്? എല്ലാം ദിലീപേട്ടനെ അറിയാലോ, ആ ഗംഗ അവന് ഇതുവരെ പോലീസ് പിടികൂട്ടില്ല, അവൻ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഏതിലും മുക്കിലും മൂലിലും മറഞ്ഞിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. എടോ താൻ ഇങ്ങനെ പേടിക്കല്ലേ, നോക്ക് കല്യാണം കഴിഞ്ഞാലേ നമുക്ക് ഈ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നിന്നാലല്ലേ പ്രശ്നമുള്ളൂ, നമുക്ക് ഇന്ത്യ വിട്ട് ഒരു ഹണിമൂൺ ആഘോഷിച്ചാലോ? ഇന്ത്യ വിട്ടു പോകാനോ? അതെ, ഈ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവൻ വരുമോ എന്നുള്ള പേടിയാണല്ലോ തനിക്ക്. ഇന്ത്യ വിട്ട് ഒരുപാട് സ്ഥലങ്ങളില്ലേ, നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ഹണിമൂൺ ആഘോഷിക്കാൻ പോവാം, എന്നിട്ട് 2-3 മാസം കഴിയുമ്പോൾ തിരിച്ചു വന്നാൽ മതി. അതും ശരിയാവില്ലല്ലോ ദിലീപേട്ട, നമ്മൾ പോയി കഴിഞ്ഞാലും ഇവിടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരില്ലേ, അവരെന്തെങ്കിലും അപകടപ്പെടുത്തും ഈ ഗംഗപ്രസാദ്, അപ്പോഴെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, അഥവാ പോയാലും തിരിച്ചു വരേണ്ടി വരില്ലേ, അവൻ അങ്ങനെയൊക്കെ വിചാരിക്കും. ഓ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലേ, അപ്പൊ താൻ പറഞ്ഞു വരുന്നത് ഗംഗപ്രസാദ് ഈ ഭൂമിയിൽ നിന്ന് പോയാൽ മാത്രമേ നമുക്ക് ശരിക്കും ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണോ? അതേ ദിലീപേട്ട, അത് അത്രേ ഉള്ളൂ. അവൻ എപ്പോ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നോ അപ്പോഴേ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. സത്യം പറഞ്ഞാൽ അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ മുന്നിൽ വന്ന് നേർക്ക് നേരെ നിന്ന് പോരാടുവാണെങ്കിൽ. പക്ഷെ ഇത് അവൻ അങ്ങനെയല്ലല്ലോ, എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് പുറകെ നിന്നല്ലേ ആക്രമിക്കണത്, അതാണ് പ്രശ്നം. പിന്നെ അവന്റെ കൂടെ ഉള്ളവരൊക്കെ പുറത്തുണ്ടല്ലോ അവനെ സഹായിക്കാനായിട്ട്, അവനെ സഹായിക്കാനുള്ള ആൾക്കാർ പുറത്തുമുണ്ട്, അതും സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ജയിലിലൊരുത്തി കിടപ്പുണ്ട് അറിയാലോ. ഹോ, എന്നാലും ആ പെണ്ണൊക്കെ എങ്ങനെയാണ് ഗംഗപ്രസാദിനെ സ്നേഹിച്ച് ഇങ്ങനെ നിൽക്കുന്നതാ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ അവിടെ കണ്ടില്ലേ മൂപ്പന്റെ മോള് അമലു, ആ പെൺകുട്ടി ഗംഗനെ സ്നേഹിച്ചതാ, പ്രണയിച്ചതാ. അപ്പുറത്ത് നിൽക്കുന്ന വേലു, അവന് ജീവന് തുല്യം അമലുവിനെ സ്നേഹിക്കായിരുന്നു. പക്ഷെ അമലുവിന്റെ മനസ്സ് കവർന്ന് ആ ഗംഗപ്രസാദ് ചതിച്ച് ഇവിടുന്ന് പോകുകയായിരുന്നു. ഓഹോ, അങ്ങനത്തെ ഒരു കഥയുണ്ടല്ലേ. അതെ, ദിലീപേട്ടൻ ആർത്തും പറയണ്ടോ, വേലൂരോട് പ്രത്യേകം പറയരുത്, വേലൂര് പാവമാണ്, എനിക്കും തോന്നി നല്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പയ്യനാവൻ എന്ന് പറയാണ്. അതെ, ഞാനേ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നോക്കുവാണ് അവരെ വെച്ചിട്ട്. അതെന്ത് ബിസിനസ് ആണോ? ഞാൻ ദിലീപിനേട്ടനെ ഒരു സർപ്രൈസ് തരാന്ന് വെച്ചിരിക്കായിരുന്നു, കല്യാണം കഴിയുമ്പോഴേ നമുക്കൊരു ബിസിനസ് തുടങ്ങണം, തേനിന്റെ ബിസിനസ്. ആഹാ, അത് കൊള്ളാലോ, ഈ വേലൂരിന്റെ ഒക്കെ കാട്ടിലെ നല്ല ശുദ്ധമായ തേൻ കിട്ടും, അത് നമുക്കേ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാം, അപ്പൊ അവർക്കും പൈസ കിട്ടും, നമുക്ക് നല്ലൊരു ബിസിനസ് ആവും, കൊള്ളാലോടോ. അപ്പോ അതാണ് താൻ അവരെ കൂടെ നിർത്തിയേക്കണല്ലേ? അയ്യോ അതൊന്നും അല്ല കേട്ടോ, അവരെ കല്യാണത്തിന് വരണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഗംഗപ്രസാദ് വരുവാണെങ്കിൽ ഗംഗനെ കൊല്ലാൻ വേണ്ടിട്ടാ വേലു വന്നിരിക്കുന്നത്, അമലുക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ അവർക്കും ഒരു ജീവിതമാർഗം ആവുമല്ലോ, അത് നല്ല കാര്യമാണോ. അങ്ങനത്തെ ഒരു ആൾക്കാരെ എന്താണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഇറക്കാമെങ്കിൽ നല്ലതാണ്. അതെ, ഞാൻ തേന്റെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ നല്ലൊരു ഷെയർ പങ്കും വേലൂരും അമലിനും കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചേക്കുന്നത്, വേലൂരിന് ഒരു പാർട്ട്ണർ ആക്കുകയും ചെയ്യാലോ, അത് കൊള്ളാം, നല്ല ഐഡിയ എന്നൊക്കെ പറയാണ്. ശേഷം വേലുവിനോട് രതീഷ് പറയുന്നുണ്ട്, അതെ നാളെ കാർത്തികയുടെ വിവാഹമാണ്, ഇനി അടുത്ത വിവാഹം വേലുവിന്റെ അമലുവിന്റെ ആണെന്ന് പറയണത്. അല്ല, വിവാഹം ഇവിടെ വെച്ച് നടത്തുന്നുണ്ടോടാ എന്ന് ചോദിക്കുമ്പോ, അയ്യോ സാറേ, ഞങ്ങൾക്ക് ഈ ആഡംബര ജീവിതം ഒന്നും പറ്റില്ല സാറേ, കാട്ടില് നമ്മൾ ജീവിക്കുന്ന രീതിയിൽ ജീവിക്കുമ്പോ തന്നെ ആ ഒരു സുഖമുള്ളൂ, അത് നല്ല സ്വഭാവമാണ് നിന്റെ. കാരണം സുഖ സൗകര്യങ്ങൾ കിട്ടിയിട്ടും ആ പഴയ സ്വഭാവത്തിലേക്ക് പോകുന്നതിന്റെ മൈൻഡ് ഉണ്ടല്ലോ, അത് നല്ലൊരു മൈൻഡ് സെറ്റ് ആണ്. ചില ആളുകളുണ്ട് സുഖ സൗകര്യങ്ങൾ കൂടുമ്പോ സ്വഭാവം മാറും, പക്ഷെ നിന്റെ അങ്ങനെ മാറുന്നില്ല, നിന്നെ കെട്ടുന്ന അമലു ഭാഗ്യവതിയാണ് എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട്. അപ്പോ വേലു പറയുന്നുണ്ട്, കാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം, അവിടെ തന്നെ വെച്ച് മരിക്കണം, അവിടുത്തെ ദൈവങ്ങളെ ആരാധിക്കണം, അത്രയൊക്കെയുള്ളൂ സാറേ ഞങ്ങൾക്ക്. പിന്നെ കാർത്തിക ചേച്ചിയുടെ ഒക്കെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടല്ലോ, അതിലെ തേനും കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനൊക്കെ ഉണ്ട്. കാർത്തിക പറഞ്ഞായിരുന്നു, നല്ല കാര്യമാടാ, നിങ്ങൾക്കും നല്ലൊരു ജീവിതമാർഗം ആവുമല്ലോ, നിങ്ങൾക്കല്ല എപ്പോഴും നാട്ടിൽ വന്നിട്ട് തേനെന്ന് പറഞ്ഞ് വിൽക്കണ്ടല്ലോ, നല്ല പൈസക്ക് തന്നെ കാർത്തിക എടുത്തോളും എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ നമ്മുടെ ദിലീപ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ദിലീപ് പോയി കഴിയുമ്പോഴേക്കും കാർത്തിക കിരണിനോട് ചോദിക്കണ്ടല്ല, ചന്ദ്രസേന ഞങ്ങള് കല്യാണത്തിന് വരുമോ കിരണേ?
അച്ഛൻ വരുമെന്നാണ് കാർത്തിക പറഞ്ഞത്. ഡോക്ടറുടെ അടുത്ത് പ്രത്യേക അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ട്. വന്നിട്ട് താലികെട്ട് കഴിഞ്ഞിട്ട് ഊണും കഴിഞ്ഞിട്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ പോകും. അത് നന്നായി. ചന്ദ്രസേനൻ അങ്കിള് വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, രൂപാന്റി വരത്തില്ലേ? രൂപാന്റി തല മുടി വടിച്ച കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു. ആ അതെ, നമുക്കൊരുപാട് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ആലോചിച്ചിട്ട് അമ്മ അങ്ങനെ ചെയ്തത്. അമ്മക്കൊരു പേടിയും ടെൻഷനൊക്കെ കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നി എന്തായാലും കിരണിന്റെ അച്ഛനും അമ്മയൊക്കെ ഭാഗ്യം ചെയ്തുതരാം. നിങ്ങളെ പോലത്തെ നല്ല മക്കളെ മരുമക്കളെയൊക്കെ കിട്ടിയല്ലോ. അതിനെന്താ, ലക്ഷ്മിയമ്മയും ഭാഗ്യം ചെയ്താണല്ലോ. അതുകൊണ്ട് കാർത്തികിനെ പോലത്തെ ഒരു മോളെ കിട്ടി. ദിലീപിനെ പോലത്തെ നല്ലൊരു മരുമോനെ കിട്ടാൻ പോകുന്നു. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷത്തോടെ ഇരിക്കാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണ്. രാവിലെ ആവണ മുമ്പ് തന്നെ നമ്മുടെ ദിലീപിന്റെ വീട്ടിലാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ദിലീപിന്റെ മണിയറയൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ. ദിലീപിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ട, കണ്ടോടാ ഞങ്ങൾ ഒരു ചെറിയ രീതിയിൽ മണിയറ ഒരുക്കിയിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്ന് പറയുമ്പോൾ ദിലീപ് ആ മണിയറ ഇങ്ങനെ നോക്കാണ്. കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാം തന്നെ ഗംഗപ്രസാദ് കട്ടിലടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ കിടക്കാണ്. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ഒരു മണിയറേ കയറുമല്ലോ. ആ സമയത്ത് കൊല്ലാനാണ് ഗംഗയുടെ പ്ലാന്. 2 ദിവസമെങ്കിൽ 2 ദിവസം അതിന്റെ ഉള്ളിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാണ്ട് കിടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കിടക്കാന്നിട്ട് അങ്ങനെ കിടക്കാട്ടോ പുള്ളിക്കാരൻ. അങ്ങനെ നമ്മുടെ ദിലീപ് ആണെങ്കിൽ മണിയറ നോക്കിയിട്ട് കൊതി ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുവാട്ടോ. അപ്പൊ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് മണിയറ കണ്ട് കണ്ട് മതിയാവുന്നില്ലേ? ഇന്നൊരു ദിവസം മാത്രമേ നിനക്ക് ഈ മണിയറ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നാളെ മുതൽ നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടാവുമല്ലോ. പോടാ അവിടെ നിന്ന് കളിയാക്കാതെ. എന്താടാ കാര്യല്ലേ പറഞ്ഞത്? എന്തായാലും നിന്റെ പെണ്ണിന്റെ വീട്ടുകാരെയും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരെയും അനിയത്തിനെ, അനിയത്തിന്റെ ഭർത്താവിനെ, ചേച്ചീനെ എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിടാ. എല്ലാരും നല്ല ആൾക്കാരാട്ടോ. നീ ഭാഗ്യം ചെയ്തവനാടാ എന്നൊക്കെ ദിലീപിനോട് കൂട്ടുകാർ പറയുന്നുണ്ട്. ശേഷം കൂട്ടുകാർ അവിടെ നിന്ന് പോവാണ്. നീ സ്വപ്നമൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ദിലീപ് മണിയറെ തന്നെ അങ്ങ് നിൽക്കുവാട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഗംഗപ്രസാദ് ടെൻഷൻ ആവാണ്. ഈശ്വര, ഇവരെന്താ ഈ മണിയറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം? ദിവാസ്വപ്നം കണ്ടോണ്ടിരിക്കും അലവലാതി. ഇവനൊന്ന് പോവാണെങ്കിൽ സമാധാനത്തോടെ ഒന്ന് ശ്വാസം എടുക്കായിരുന്നു. ഇവൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് ഇങ്ങനെ കട്ടിലടി ഇരിക്കാട്ടോ. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ ദിലീപ് കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, നാളെ ഈ സമയത്ത് ഇവിടെ എന്റെ കൂടെ കാർത്തിക് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗംഗപ്രസാദ് എനിക്ക് ശ്വാസമൊക്കെ ഇങ്ങനെ മുട്ടുന്നുണ്ട് കേട്ടോ. കാരണം 2 ദിവസമായാലും അതിന്റെ അടിയിൽ കിടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ഒരേ കിടപ്പല്ലേ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഗംഗക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് പിന്നീട് കാണിക്കാൻ രാവിലെയാണ്. രാവിലെ തന്നെ കാർത്തിക നല്ല കുളിച്ചൊരുങ്ങി മണവാട്ടിപ്പെണ്ണായിട്ട് റെഡി ആയിട്ട് വരുവാണ്. അത് കാണുമ്പോഴേക്കും അമ്മമ്മ പറയണ്ട, കൊള്ളാലോ, ഇപ്പൊ അനിയത്തിമാരെക്കാളും ചെറുപ്പമായി ചേച്ചി, ഇപ്പൊ ചേച്ചിനെ കണ്ട അനിയത്തിയാണെന്ന് പറയും എന്നൊക്കെ പറയാണ്. അങ്ങനെ കല്യാണി പറയണ്ട, അത് ശരിയാട്ടോ, ഞങ്ങളുടെ ചേച്ചി ഒരു സുന്ദരിയല്ലേ, ചേച്ചിയുടെ പുറമേ കാണുന്ന സൗന്ദര്യത്തിനേക്കാളും സൗന്ദര്യമുണ്ട് ഉള്ളിലെ സ്വഭാവത്തിന് എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. പിന്നെ മുഹൂർത്തത്തിന്റെ സമയം അമ്പലത്തിൽ പോകട്ടെ എന്ന് പറയുമ്പോഴേക്കും അമ്പലത്തിലൊന്ന് പോകണ്ടെന്ന് വെച്ചു മുത്തശ്ശി. വേറൊന്നുമല്ല, ഗംഗപ്രസാദ് ഇന്ന് എന്തായാലും കല്യാണത്തിന് വരുമെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് അമ്പലത്തിലൊന്നും പോകുന്നില്ല, ഇവിടെ പ്രാർത്ഥിക്കാലോ എന്ന് പറയാണ്. അപ്പൊ കാർത്തികക്ക് വിഷമമുണ്ട് കേട്ടോ. അപ്പൊ കല്യാണി ചോദിക്കണം, എന്ത് പറ്റി ചേച്ചി? അല്ല, കല്യാണിയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. വേണ്ട ചേച്ചി, ഈ സമയത്ത് അമ്മേനെ കുറിച്ച് സംസാരിക്കണ്ട. ചേച്ചി സന്തോഷത്തോടെ പോയിട്ട് വാ. എന്റെ അമ്മ ഏതെങ്കിലും ലോകത്തുനിന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും, സന്തോഷിക്കുന്നുണ്ടാവും. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചേച്ചിയുടെ വിവാഹം കാണാന്നുള്ളത്. അമ്മ ഏതെങ്കിലുമൊക്കെ ലോകത്തുനിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും ചേച്ചി എന്ന് പറയണം. അതേസമയം ഗംഗപ്രസാദ് ഇരുന്നിരിപ്പ് അവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ദിലീപും കാർത്തികൻ തന്നെ കണ്ടുപിടിക്കോട്ടെ ഗംഗാപ്രസാദിന്, ഒരു സംശയവും ഇല്ലാതെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കുകയും ചെയ്യും. കട്ടിലടിയിൽ നിന്ന് ഗംഗനെ പൊക്കിയെടുക്കുന്ന ദിലീപിനെ കാർത്തികനെയും കാണിക്കുക തന്നെ ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.